ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ അപഹരണത്തെക്കുറിച്ച് പുതിയ പുതിയ കഥകളാണ് അല്ലെങ്കിൽ വസ്തുതകളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. തുടക്കത്തിൽ അത് ഇടതുപക്ഷ മുന്നണിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ വലിയ അപരാധമായി ഉയർന്നു വന്ന ഈ ആരോപണം ഇപ്പോൾ പതുക്കെ പ്രതിപക്ഷത്തിൻ്റെ തന്നെ ഗോൾ പോസ്റ്റിൽ പന്ത് കറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. വാസ്തവത്തിൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കേരളം പല കാര്യങ്ങളിലും മുന്നിലാണ്. ഇപ്പോഴും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉയർന്ന നിലവാരത്തിലാണ്. മറ്റേത് രാജ്യത്തെ ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം മുൻപന്തിയിലാണ്. പക്ഷേ നാം ആർജിച്ച അല്ലെങ്കിൽ അഭിമാനം കൊണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കേണ്ട ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കാതിരുന്നുകൂടാ. നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ചും അന്ധവിശ്വാസ അനാചാരങ്ങളെക്കുറിച്ചും സ്വാമി വിവേകാനന്ദനെക്കുറിച്ചും ഒക്കെ നാരായണ ഗുരുവിനെക്കുറിച്ചും AKGയും കേളപ്പനെയും കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ തിരിച്ചു പോകില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു പല രീതിയിലുള്ള തിരിച്ചുപോക്ക് നാം കാണണം. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആൾദൈവങ്ങളും അഴിമതിയും ഒക്കെ കൂടി വരുന്നത് എന്നുള്ള ചോദ്യത്തിന് നാം ഉത്തരം കണ്ടുപിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കണം. എവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നില്ലയോ അവിടെയൊക്കെ അപകടം പതിയിരിക്കുന്നു എന്നുള്ളതാണ്. അധികാരം ദൂഷിപ്പിക്കും, അമിതാധികാരം വളരെ ദൂഷിപ്പിക്കും എന്ന് പറയാൻ കാരണം ഇതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ശബരിമലയിൽ തന്നെ നമുക്ക് ആലോചിക്കാം. വളരെ പരിപാവനമായിട്ട് വിശ്വസിക്കുന്ന വർഷത്തിൽ ശബരിമല കേരളീയരുടെ മുഴുവൻ അഭിമാനമാണ്. എല്ലാവർക്കും അവിടെയൊക്കെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കുട്ടിക്കാലത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളി വളരെ സന്തോഷം നൽകുന്നതായിരുന്നു. മാത്രമല്ല എൻ്റെ വീട്ടിൽ ഞാൻ തൃശ്ശൂരിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉള്ള പണിക്ക് വന്നിരുന്ന ആളുകളുടെ വീട്ടിലുള്ള ശബരിമലയിൽ പോകുമ്പോൾ ഞാൻ കൂടെ പോകും. ഞാൻ അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുക പോലും ചെയ്യും. അവിടുന്ന് ഭക്ഷണം കഴിക്കും. ഒരുപക്ഷെ അവർ ഉപയോഗിച്ച ആ കറുത്ത വസ്ത്രം മുണ്ട് എനിക്ക് തരുമായിരുന്നു. ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ് അത് സ്വീകരിച്ചിരുന്നത്. ഞാൻ പോലും ശബരിമല പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമില്ല. ഒരു കേരളത്തിൻ്റെ ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അയ്യപ്പനെ കാണുന്നേക്കുള്ള അയ്യപ്പനെ കുറിച്ചുള്ള കഥകൾ തന്നെ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വളരെ നിസ്വാർത്ഥ രാജാവിന് വേണ്ടി പുലിപ്പാലിന് വേണ്ടി പോകുന്ന ഒരു സംഗതിയാണ് നമ്മൾ കാട്ടിട്ടുള്ളത്. അവിടെ ജാതി മതത്തിനൊന്നും അത് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് മാറി പോവുകയാണ്. അപ്പം അന്ന് കാലത്തും അവിടെ മകരജ്യോതിസ് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന കാര്യം കേട്ടിരുന്നു. പക്ഷെ അതിലൊന്നും അത്ര പ്രാധാന്യം ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ അന്നൊക്കെ അത് ഒരു ദിവ്യാത്ഭുതമായി കരുതിയിരുന്നതാണ്. പോകെയാണ് അതൊരു ദിവ്യാത്ഭുതമല്ല, അവിടെ കത്തിക്കുന്നതാണ് എന്ന് മനസ്സിലായത്. അത് യുക്തിവാദികളുടെ ഒരു പ്രചാരണം കൂടി അതിൽ വളരെ പ്രധാനം അറിയിക്കുന്നുണ്ട്. യുക്തിവാദികൾ പോയി അടിപടിക്കും. പ്രത്യേകിച്ച് ദേവസ്വളക്കാരൊക്കെ ഞങ്ങൾ വളരെ സംവാദത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അവിടെ പോയി അടി കിട്ടിയ ആളുകളുമാണ്. വാസ്തവത്തിൽ ഒരു തെറ്റ് ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും ഒരു തെറ്റ് വോട്ട് ബാങ്കിന് വേണ്ടി ഇതൊക്കെ നിശബ്ദമായിരുന്നു എന്നുള്ളതാണ്. ഭക്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മനസ്സിന് സന്തോഷത്തിനുണ്ടാവാൻ വേണ്ടി ഓരോരോ ദൈവങ്ങളെ ആശ്രയിക്കുകയാണ്. നമ്മുടെ മനസ്സ് ഭയങ്കര അശാന്തയാവുമ്പോൾ അല്ലെങ്കിൽ അസമാധാനം ഇടുമ്പോൾ
മനസ്സ് വളരെ നിസ്സാരമല്ലല്ലോ. മനസ്സ് വളരെ ശക്തമായെങ്കിൽ നമുക്കതിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സ് ശക്തമല്ലാണ്ടാവുമ്പോൾ അസമാധാനം ഉണ്ടാകും, അശാന്തി ഉണ്ടാകുമ്പോൾ പിടികിട്ടാതെ വരും. വിവിധ മുഹൂർത്തങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിലൊക്കെ നാം പതറിപ്പോവും. ആ പതറുന്നതിന് നമുക്ക് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനോ അത് പരിഹരിക്കാനോ പറ്റാതെ വരുമ്പോൾ നാം പലതിലും ആശ്രയിച്ചു പോകും. ഒരുപക്ഷെ നമ്മുടെ തലച്ചോറിൻ്റെ അന്വേഷണത്തിൻ്റെ മറ്റൊരു സൂത്രവഴിയായിരിക്കാം അത്. ഒരു മൃഗം, ഒരു സാധാരണമായി ഇത്രേൻ്റെ ഒരു കോട്ടാണെങ്കിൽ ഒരു മൃഗം, ഒരു പുലി ഒരു കുഴിയിൽ വീണാൽ അത് നാമം ജപിച്ചിരിക്കുകയല്ല ചെയ്യുക, അത് ചാടി പുറത്തു പോകാനാണ് ആഗ്രഹിക്കുക. ഇവിടെയും നാം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് എളുപ്പവഴി കണ്ടുപിടിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ട് എന്ന് തോന്നുന്നൊരു മനസ്സിന് സുഖമുണ്ട്. അതേ മനുഷ്യൻ ജീവിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ആ സുഖം തേടിയിട്ടുള്ള മനുഷ്യൻ്റെ യാത്രയാണ് ഭക്തിയിലേക്ക് എത്തുന്നത്. ഭക്തിയോടുകൂടി സംസാരിച്ചിട്ട് ഇതെല്ലാം സൃഷ്ടിച്ച ആളുകളെന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുമോ? അത് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഹൈന്ദവരുടെ വിശ്വാസ പ്രമാണങ്ങൾ തന്നെ ഏറ്റക്കുറച്ചിൽ കാണാം. നമ്മുടെ വൈഷ്ണവരുടെ പ്രശ്നം തന്നെ കാണാം. ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ നായരും അത് തൊട്ട് ബ്രാഹ്മണർ നമ്പൂതിരിമാർ തൊട്ട് ഏറ്റവും അടിത്തട്ടിലുള്ള പുലയന്മാരും ഒക്കെ വ്യത്യസ്ത ദൈവങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സങ്കീർണതകളെ കുറിച്ച് അത്ഭുതവും കൂടി തോന്നും. ഇവിടെ വലിയ വിഗ്രഹങ്ങളില്ലാതെ തന്നെ കല്ലിനെ ആരാധിക്കാനും സാധിക്കുന്നുണ്ട്. ഇസ്രയേലിൽ മറ്റുള്ള വിദേശത്ത് പോകണമെങ്കിൽ വേറൊരു രീതിയിലുള്ള ദൈവങ്ങളാണ്. ദൈവങ്ങൾക്കൊക്കെ ഒരേ രൂപമില്ല, പക്ഷേ ഒരു രൂപമുണ്ട്, മനുഷ്യരൂപം. ഞാൻ കാട് കയറി പോകുന്നില്ല. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞ വ്യക്തിപരമാണ്, മതവും വേണമെങ്കിൽ വ്യക്തിപരമായിരിക്കാം. അപ്പോൾ അത് ചൂഷണം ചെയ്യാൻ എളുപ്പമുള്ള മാർഗമായി ഒരു മതത്തെ, ദൈവത്തെ ഒരു കവചമായി, ഒരു മാസ്ക് ആയി ഉപയോഗിക്കുകയാണ് സൂത്രശാലികൾ. എനിക്ക് തോന്നിയിട്ടുള്ള 3 തരം ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് കപട വിശ്വാസികളാണ്, അന്ധവിശ്വാസികളാണ്. കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം. മറ്റത് കപടവിശ്വാസികൾ, അവർക്കറിയാം ഇതൊന്നും ഒന്നുമില്ലാതെ. രണ്ടാമത്തുള്ളത് സത്യാന്വേഷണങ്ങളാണ്. ഈ മിസിൻ്റെ വാചകം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. നമ്മൾ ആവേശത്തോടെ കുറേ ആളുകൾ വരും, ആവശ്യത്തിന് വേണ്ടി വരും. ഈ ആദർശവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് വരും. ഈ ആവേശത്തിന് വരുന്നവർ അത് കഴിയുമ്പോൾ അവസാനിക്കും, ആവശ്യത്തിന് വരുന്നവർ അത് അവസാനിക്കും, അത് ആവശ്യം കഴിയുമ്പോൾ അവർ പോകും. ഈ ആദർശത്തിന് വരുന്നവർ അത് ഉറച്ചു നിൽക്കും. ഇതെല്ലാ കാര്യത്തിലും നമുക്ക് കാണാമെന്നാണ്. ഒരു ആവേശത്തിൻ്റെ പേരിൽ ഭക്തിയെ സ്വീകരിക്കുന്നവരുണ്ട്. തനിക്ക് വീട്ടിൽ കല്യാണം കഴിയാൻ വേണ്ടി എവിടേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്, നോമ്പ് നോക്കുന്നവരുണ്ട്. പക്ഷേ ഉള്ളിൽ സ്നേഹം ഉണ്ടാവാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച മുഴുവൻ സരാചരങ്ങളോടും ജീവജാലങ്ങളോടും സ്നേഹം പങ്കുവയ്ക്കാൻ, തന്മയീഭാവം ഉണ്ടാവാൻ ഒക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഭക്തിമാർഗം സ്വീകരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ് ചുരുക്കം. പക്ഷേ ഭൂരിപക്ഷം ആളുകൾ അന്ധവിശ്വാസികളായി മാറുന്നു എന്നുള്ളതാണ്. കപടവിശ്വാസികൾ വളരെ കുറവാണ്. ഈ കപടവിശ്വാസികൾ ആണ്, അവരെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും രാജീവ് ഖണ്ഡനൊക്കെ. മതത്തിൻ്റെ പേരിൽ ഈ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് പഠിക്കുകയാണ് വാസ്തവത്തിൽ. അല്ലെങ്കിൽ അവർ ശീലിച്ചു വശായ കാര്യങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റിട്ടയർ DSP, അവിടെ അദ്ദേഹത്തിന് വിജിലൻസിൻ്റെ വിഭാഗത്തിൽ മേധാവായിരുന്നു. പക്ഷെ അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. ദൈവചൈതന്യത്തെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ അതിൻ്റെ വേദപ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവരടിപ്പിക്കില്ല. അവിടെ ക്യാമറയുണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതിന് ഉപയോഗം കുറഞ്ഞു പോയി. പൈസ ഉണ്ടെന്ന സ്ഥലത്ത്, പൈസ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഒക്കെ അഴിമതി നടക്കുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഇതുവരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ എവിടെയൊക്കെ ദുർഗ്രാഹ്യമായിട്ടുള്ള, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു മായാ ലോകം സൃഷ്ടിക്കുന്നുവോ അവിടെയൊക്കെ തട്ടിപ്പിൻ്റെ ആഴം കൂടി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ശബരിമലയിലും അതാണ് സംഭവിക്കുന്നത്. കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ആരും ചോദ്യം ചെയ്യുന്നില്ല. ചോദ്യം ചെയ്താൽ മുഴുവൻ മതത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ് ദൈവത്തിൻ്റെ സങ്കല്പം പറഞ്ഞ് ഭയപ്പെടുത്തുന്ന രീതിയാണ്. തന്ത്രിമാർക്ക് പ്രത്യേക സവിശേഷമായ അധിക ഗുണമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. തന്ത്രി കുടുംബത്തിൽ തന്നെ ആളുകളെ കാര്യങ്ങൾ നോക്കിയറിയാം. എന്നാലും നമ്മൾ വിശ്വസിച്ചു പോകുന്നു തന്ത്രിക്ക് എന്തോ മഹനീയമായ ഒരു രൂപമുണ്ട്.
ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുടെ പ്രശ്നം കൊടിമരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് വരുന്നത്. അന്ന് UDF ആയിരുന്നു. ഒട്ടേറെ ആളുകളുടെ പേരുകളാണ്. ഒരു വശം നോക്കുകയാണെങ്കിൽ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ നിലവറയെക്കുറിച്ച് സംസാരിക്കും. രാജകൊട്ടാരത്തിൽ തന്നെ ഇവയെല്ലാം പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നുള്ള കഥയും അവിടത്തുള്ള രാജാ കുടുംബത്തിലത്തെ ആളുകൾ തന്നെ പറയുന്നതാണ് കേൾക്കുന്നുണ്ട്. എല്ലാം ദൈവികമാണെന്ന് പറയും, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലെന്നും ദൈവികമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് പാപം ഉണ്ടാവുമെന്നൊക്കെ വിശ്വസിപ്പിക്കുകയാണ്. ഇത് നമുക്കും അറിയാം. ഈ അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോൾ അച്ഛന്മാരെ കുറിച്ച് കുറ്റം പറയുന്നത് വയസ്സായ പറയും പാപം ഉണ്ടാവുന്നത്. അവരെല്ലാം തയ്യാറാണെന്ന് ധരിക്കുകയാണ്. അവർക്ക് തെറ്റുപറ്റില്ല എന്ന് കരുതുന്നു. വാസ്തവമല്ല, നമ്മളെപ്പോലെ മനുഷ്യരാണ്, അവർക്ക് തെറ്റുപറ്റാം. പക്ഷെ അവർ ദൈവത്തിൻ്റെ സങ്കല്പമായ വിശ്വാസമായിട്ട് തെറ്റ് ചെയ്യാതിരിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. വേറെ ആളുകൾക്ക് തെറ്റ് ചെയ്താലും പിടിക്കപ്പെടില്ല എന്നുള്ള കാരണം കൊണ്ട് കൂടുതൽ തെറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഹ്യ ബുദ്ധി ഉപയോഗിക്കണം. നമ്മുടെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഈ ശബരിമലയിൽ നടക്കുന്ന ഒരു കൊള്ള, അത് വാസ്തവത്തിൽ യഥാർത്ഥ ഭക്തന്മാരെ കബളിപ്പിക്കുന്നതാണ്. അതിനെ ഇവിടെയുള്ള സംവിധാനങ്ങൾ, മാധ്യമങ്ങൾ ഒക്കെ ഇതിന് കൂട്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഈ കത്തിക്കുന്ന കാര്യം ആരെങ്കിലും KSEB അറിഞ്ഞുകൊണ്ട് കത്തിക്കുന്നതാണ്, നാട്ടുകാരോട് പറയുന്നുണ്ട് ഇല്ല. അത് ജനങ്ങൾ ഇപ്പോൾ കുറേ ആളുകൾ ഭക്തന്മാർക്ക് അറിയാം. പക്ഷേ ഇതൊന്നും നോക്കിയിട്ടല്ല പോകുന്നത്. അവിടെ മല കയറുമ്പോഴേക്കും ഒരു ആശ്വാസം കിട്ടുകയാണ് വാസ്തവത്തിൽ. ഇപ്പോൾ വാവരെ കുറിച്ച് പറഞ്ഞു, അതൊരു മതമൈത്രിയുടെ ഒരു കേന്ദ്രം കൂടി ആണ് നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോൾ അതും കൂടി ഇല്ലാതായി പോവുകയാണ്. പക്ഷേ അവിടെ ഈ ചതിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉന്വേഷണം പോറ്റി പലരും പറയും ഉയർന്ന പൂജാരികളും തൂണിലോട്ടവരൊക്കെ മഹാശുദ്ധരാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, അവർക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. ഇവിടെ പോറ്റിമാരെ കുറിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഉന്വേഷണം പോറ്റി ദൈവ അവതാരമായി അവതരിച്ച് ഉണ്ടെന്ന് പ്രഖ്യാപിച്ച് ആളുകളിൽ നിന്ന് പൈസ പിരിച്ച് ഈ നല്ല ഭക്തന്മാരെയൊക്കെ പറ്റിച്ച് വിജയിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രിമാരെയും അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയക്കാരെയും SP-മാരെയും സിനിമാ നടന്മാരെയൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ച് സൂത്രത്തിൽ കണ്ടുപിടുത്തുകയാണ്. രാജീവ് ഗണ്ഡരെ പോലുള്ള ആളുകളും അതിൽ ഒത്തുചേരുന്നു. പലവിധ ദേവസ്വം ബോർഡിൻ്റെ ആളുകളുണ്ടാവും, ഒരുപക്ഷെ മന്ത്രിമാരൊക്കെ ഇതിൽ പങ്കുചേരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യുക്തിചിന്ത നഷ്ടപ്പെട്ടു പോയിട്ട് കാലങ്ങളായി എന്നുള്ളത്. ഈ അടുത്ത കാലത്താണ് ഒരു പള്ളിയിൽ എന്താണ് പറയുക, അതിനെ മറന്നു ഞാൻ പള്ളിയിലധികം പോകാത്തതുകൊണ്ട് ഇപ്പോൾ ഒക്കെ മറക്കണം. ഈ പൈസ ഇടുമല്ലോ, അതിന് പേര് ഞാൻ മറന്നു. ആ പൈസ ഇടുന്നത് എണ്ണുന്ന കൂട്ടത്തിലുള്ള ആളുകൾ പൈസ വരുന്നത് കീശയിലിടുന്നത് വീഡിയോ കാണുകയാണ്. ഏതൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഉണ്ടായി. ഈ വഖഫ് ബോർഡിൻ്റെ ഭൂമി അവനവന് വേണ്ടി അവനവൻ്റെ വീട്ടിലേക്ക് എഴുതി ചേർക്കുന്ന, അല്ലെങ്കിൽ അവരവരുടെ സ്ഥാപനങ്ങൾക്ക് എഴുതി ചേർക്കുന്ന പരിപാടികൾ എവിടെയും അത് കാണാം. അപ്പോൾ ഇത് പൊതു സമൂഹം നമ്മളിത്ര ബുദ്ധിപരമായിട്ട് ഉയർന്നവരാണെന്ന് വിചാരിച്ചിട്ട് പോലും ഇങ്ങനെ നമ്മളെ കബളിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് കാര്യം. നോക്കൂ, ഇപ്പോൾ വയനാട്ടിലത്തെ കാര്യം. വയനാട്ടിൽ പൈസ പിരിച്ചു, വീട് വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സ്ഥലം കൊടുത്താലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്തെല്ലാം അറിയുമോ, ഞങ്ങൾ ഇതുവരെ വീട് വെച്ചിട്ടില്ല വാസ്തവത്തിൽ. അപ്പോൾ അത് ആളുകളെ പറ്റിക്കും. ഇപ്പോൾ കരുണാകരൻ്റെ മന്ദിരം അത് പൈസ പിരിച്ചു, കരുണാകരൻ്റെ മന്ദിരം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ID കാർഡിൻ്റെ വളരെ എനിക്ക് വിചിത്രമായത് ഞാൻ അവസാനം കൂട്ടി യോജിപ്പിക്കാം. ഈ ഒരു തിരിച്ചറിയൽ കാർഡ്, സ്വന്തം പാർട്ടിയിലെ ഒരു ഇലക്ഷൻ വരുമ്പോൾ തിരിച്ചറിയൽ കാർഡ് പോലും വ്യാജം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എവിടെയാണ് ജനാധിപത്യത്തിൻ്റെ എന്തെങ്കിലും അംശം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഇതുപോലെയാണ് ഇപ്പോൾ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ചിട്ടുള്ളത് പയ്യന്നൂർ കേൾക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ എന്നുള്ള അദ്ദേഹം വളരെ മനസ്സിലാക്കിയോടത്തോളം അദ്ദേഹം വളരെ സ്വാധീനമായിട്ടുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ ഇതുവരെ അയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഫണ്ടിൻ്റെ കണക്കുകൾ കാണുന്നില്ല. ഫണ്ട് കണക്കുകൾ അന്ന് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഇപ്പം നമ്മുടെ ഉള്ളൂരിൽ തന്നെ നമ്മുടെ ഒരു ഏരിയ സെക്രട്ടറി വളരെ മുമ്പ് ഒരു ഫണ്ട് തിരിമറി നടത്തിയതിൻ്റെ പേരിൽ അത് സസ്പെൻഷനൊക്കെ ഉണ്ടാകുന്നൊരു സംഗതി ഉണ്ടായി. അദ്ദേഹം പിന്നെ വേറെ പാർട്ടി പോയി. അപ്പോൾ ഇത് ഈ ബക്കറ്റ് പിരിവ് പലരും കൈയിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് സത്യസന്ധരായ ആളുകളെ കാണാൻ ബുദ്ധിമുട്ടാണ്. പൊതുസമൂഹം അങ്ങനെയായി മാറുകയാണ്. എവിടെയും സ്കൂളാവട്ടെ ഏത് രംഗത്തും ഈ ഒരു സോവിനർ അടിക്കണമെങ്കിൽ അതിന് പൈസ അടിച്ചു മാറ്റാൻ എന്താ വഴി മാർഗുന്നതാണ്. ഇങ്ങനെ വിവിധ രീതിയിൽ കൂടിയാണ് നമ്മുടെ സമൂഹം മാറുന്നത്. എനിക്ക് തന്നെ ഒരു റിട്ടയർ അനുഭവം അത്ഭുതപ്പെട്ടു പോയിട്ടില്ല. ഞങ്ങൾ പാൽ സൊസൈറ്റി 10-20 കൊല്ലമായിട്ട് പറ്റാതെ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. അന്ന് ഞങ്ങൾ പറഞ്ഞു നമുക്ക് നല്ല പാൽ കൊടുക്കണം, നല്ല വിലയും മേടിക്കണം. അന്ന് എല്ലാവരും തീരുമാനിച്ചാണ്, അംഗീകരിച്ചാണ്. പക്ഷേ പിന്നീടാണ് എന്നോട് പറയുന്നത്, പക്ഷേ ഒന്ന് നോക്കണം, ആ പാലിൻ്റെ അളവ്
നോക്കിയപ്പോൾ പാലിൻ്റെ അളവ് 5 പറഞ്ഞ് പാലിൻ്റെ അളവ് നോക്കിയപ്പോൾ 3 അത് തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. വേറെ പുറമൊന്ന് മേടിച്ച ആളുകൾ ഞങ്ങൾ പരിശോധിക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് നമുക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ അതിനെ എതിർക്കുമെന്നുണ്ടായി. അതിനെ അവർ മറ്റൊരു തരത്തിലേക്ക് പ്രതിലോമ ശക്തികളായി മാറുന്നത്, തീറ്റ കൊണ്ടുപോയി കടം കൊണ്ടുപോയി തിരിച്ചടയ്ക്കാത്ത ആളുകളായി മാറും. വളരെ സത്യസന്ധരായി വിശ്വസിക്കുന്ന ആളുകളാണ്. ഇതുപോലെ തന്നെ ഞങ്ങളൊരു ഈ നാളികേര സംഘം ഉണ്ടാക്കി. ഇപ്പോൾ എല്ലാവരും പൈസ പിരിച്ചു ഉണ്ടാക്കി. അത് എന്തുണ്ടായി? അത് ഒരാൾ വ്യക്തികളിലേക്ക് തിരിച്ചു. ആ പിരിച്ച പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ 10,000 രൂപ കൊടുത്തിരുന്നു, 5,000 രൂപ തിരിച്ചു മാത്രം, ബാക്കിയുള്ളത് ഈ മേടിച്ച ആൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ബ്ലാങ്ക് ചെക്കിൽ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിരുന്നത് ആദ്യം. ഇപ്പോഴാണ് അത് അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാകുന്നത്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലെല്ലാം സത്യസന്ധരായ ആളുകൾ. ഇനി സമരമുഖത്തും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഈ തോട്ടപ്പടിയിൽ ബീവറേജിനെതിരായിട്ട് സമരം ചെയ്യപ്പെടും. 100 പേര് ആദ്യം എത്ര പേരുണ്ടായിരുന്നു സമരത്തിന്. പിന്നെ പതുക്കെ ആവേശം പോയി. പിന്നെ 50, 20, അവസാനം 5 പേരോ 10 പേരിലേക്ക് ഒതുങ്ങി. ബാക്കിയുള്ളവരൊക്കെ സമരം വിട്ടുപോയി. സമരം വേണ്ടാന്ന് പറഞ്ഞു. തന്നെ പറഞ്ഞു. അപ്പോൾ 5 പേര് മാത്രം ഒതുങ്ങുന്നു. അതിൽ തന്നെ സമരം ചെയ്യാൻ പോലീസിന് വരുമ്പോൾ എത്ര പേരുണ്ടായി? ഇതെല്ലാം കാണുന്നത് നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന വാചകടിക്ക് അപ്പുറം സത്യസന്ധരായ ആളുകളുടെ കുറവാണ്. സത്യസന്ധരായി ഇരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ വിജയിപ്പിക്കാനും ആൾ കുറവാണ്. ഇപ്പോൾ നമ്മുടെ ഒരു നാട്ടിലൊരു അതിർത്തി പ്രശ്നം ഉണ്ടെങ്കിൽ സത്യത്തിൻ്റെ കൂടെ നിന്നാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ജനത്തിനനുസരിച്ചുള്ള നേതാക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതൊരു സമൂഹം ജീർണിക്കേണ്ട ലക്ഷണം കൂടിയാണ് വാസ്തവത്തിൽ. നോക്കൂ, മയക്കുമരുന്നിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ കുട്ടികളെല്ലാം പലരും മയക്കുമരുന്നിനാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 6 മാസം കൊണ്ട് പടവരാട് അവിടെ മാലിന്യം വേർതിരിക്കുന്ന സ്ഥലത്തൊരു 2 കുട്ടികൾ 16-17 വയസ്സായിട്ടുള്ളൂ. അവർ തല്ലുണ്ടാവുന്ന ഇടപെടാൻ പോയി. അവിടെ സ്ത്രീകൾ, അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പച്ചത്തെറിയാണ് പറയുന്നത്, കൊല്ലുന്നതാണ് പോലീസ്. ഒരു കണക്കിനാണ് അവരെ പോലീസ് കൊണ്ടുപോയത്. ഈ നാട്ടിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല വാസ്തവത്തിൽ. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ എന്താണ് ശ്രദ്ധിക്കാത്തത്? ഇതുപോലെ തന്നെ സെക്സ് റാക്കറ്റ് ഈ അടുത്ത കാലത്താണ് അതിഥി തൊഴിലാളികൾ ഉള്ള സ്ഥലത്ത് കൂടുതലാകുന്നു. വാൻ പരാഗ് കൊടുന്നു, മയക്കുമരുന്ന് കൊടുന്നു. പറവൂരോ മറ്റോയാണ് സ്ത്രീകളടക്കം പിടിച്ചത്. ഇപ്പം പറയുന്നത് കേൾക്കും, തൃശ്ശൂർ ഈ സെക്സ് റാക്കറ്റിൻ്റെ കേന്ദ്രമായിരിക്കുന്നു, കോഴിക്കോട് പോലെ, എറണാകുളം പോലെ. എന്തിനു പറയുന്നു, ഒല്ലൂരിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു ഇടവഴിയിൽ ഈ സെക്സ് റാക്കറ്റിൻ്റെ കേന്ദ്രമുണ്ടെന്ന് ആരോ പറയുന്നു. അയാൾ തള്ളി പറയുമെന്ന് എനിക്കറിയില്ല. എന്താണ് കാട്ടുന്നത്? നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ അടുത്ത കാലത്തിൽ 10-14 വയസ്സായി പെൺകുട്ടിയെ കുത്തിക്കൊന്നത്, പ്രണയം നടിച്ചു, പ്രണയം വേണ്ടാന്ന് വെച്ചു, കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു വിഷമമില്ല. പ്രണയം നടിക്കുന്നു, ഗർഭമുണ്ടാക്കുന്നു, പിന്നെ ഗർഭത്തിന് വേണ്ടി വാശി പിടിക്കുന്നു, തിരിച്ച് വാശി പിടിക്കുന്നു, തർക്കമുണ്ടാകുന്നു. ചിലരെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിച്ചിട്ട് ഗർഭമുണ്ടാക്കുന്നു, വീണ്ടും വില വിഷമുള്ള അവസരം ഉണ്ടാക്കുന്നു, കല്യാണം കഴിക്കാമെന്ന് കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ എന്തെല്ലാം കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നുണ്ട് വാസ്തവം. അങ്ങനെ പൊതുസമൂഹം നോക്കുമ്പോൾ അഴിമതി, സ്വജനപക്ഷപാതം, മയക്കുമരുന്ന്, പിന്നെ സത്യസന്ധതയില്ലായ്മ എല്ലാം കൂടി. ഇപ്പോൾ കോടന്നൂർ സമരം നടക്കുകയാണ് ഇപ്പോഴും. അവിടെ ഈ ബാർ വരികയാണ് ഉണ്ടാവുന്നത്. നല്ലൊരു പ്രദേശമാണ്, അവിടെ ബാർ വരുന്നതാണ്. ബാറാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. ബാറിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ ജോസഫിനും പോലുള്ളവർ സത്യാഹാരം നിരാഹാരം കിടക്കുകയാണ്. എല്ലാ കൊല്ലവും നിരാഹാരത്തിൻ്റെ അളവ് കൂട്ടുന്നുണ്ട്. ഒരു അത്ഭുത മനുഷ്യനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിരാഹാരം കൂടും തോറും അദ്ദേഹം നന്നാവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് ഈ UDF വന്നാൽ മദ്യനിരോധനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും കണ്ടതാണ്. മദ്യനിരോധനത്തിൻ്റെ ഉമ്മൻചാണ്ടി മദ്യനിരോധനം നിർവഹിച്ചത് തന്നെ നമ്മുടെ സുധീരനെ ഇല്ലാതാക്കാനാണ്. അതുകൊണ്ട് തന്നെ അന്ന് തോറ്റത് സുധീരൻ കാരനാണെന്ന് പറയുകയും KPC പ്രസിഡൻ്റായിട്ട് തുടരാനും സാധിച്ചില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പൊതുസമൂഹം നമ്മൾ നാട്ടിൽ വളരെ വളരെ അപകടകരമായിട്ട് രീതിയിലാണ് സമൂഹം ഉറങ്ങിക്കിടക്കുന്നത്. അതിനെ എതിർത്ത് തോൽപ്പിക്കും. ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്നൊരു വാർത്ത ഭയങ്കര ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയിൽ കേൾക്കുന്ന ഇന്നലെ മകളാണ് എനിക്ക് വീഡിയോ പറഞ്ഞത്. എന്തൊരു അക്രമമാണ്! മനുഷ്യക്കുട്ടികളെ കൊണ്ടുവന്ന് ലൈംഗിക അബ്യൂസിനും അപകടത്തിൽപ്പെടുത്തുന്ന മാത്രമല്ല, അവരെ കൊല ചെയ്യുന്നു, അവരെ രക്തം കൊടുക്കുന്നു, ഭക്ഷണമാക്കുന്നു, കുടിപ്പിക്കുന്നു. അതിന് ഇവിടെ ട്രംപും ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ അടക്കം പേരുകൾ വന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? അപ്പോൾ അതിൽ നിന്ന് മാറുന്നൊരു സമൂഹം നമുക്കുണ്ടാവണം. ഒരു രാഷ്ട്രീയമല്ല നമ്മൾ സംസാരിക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി നമ്മൾ ഈ അടുത്ത തലമുറയോട് നമ്മൾ എന്ത് പറയും?
ഈ സമയത്താണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നു, UDF ആണ് വിജയിക്കാത്ത വിജയം കൊയ്തത്. അതിന് പ്രധാന കാരണമുണ്ട്. പ്രധാന കാരണം വാസ്തവത്തിൽ ഭരണത്തിനെതിരായിട്ടുള്ളൊരു ഒരു 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 എതിർപ്പുണ്ട്. വാസ്തവത്തിൽ ഭരണത്തിനെതിരായി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പാർട്ടിക്ക് CPM, ഞാൻ CPM അനുഭാവി ആയതുകൊണ്ടാണ് CPM പറയുന്നത്. CPM ഒരു കണ്ണുരുട്ടൽ, ഒരു അധികാരത്തിൻ്റെ സ്വഭാവം, അധികാരത്തിൻ്റെ ആ ഒരു ഹുങ്ക് തീർച്ചയായിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന കമ്മിറ്റി മാത്രമല്ല, ബ്രാഞ്ച് തലം നോക്കിയാൽ മതി. ഒരു ബ്രാഞ്ച് സെക്രട്ടറി സംസാരിക്കുന്ന രീതി നോക്കിയാൽ മതി. എത്ര നാട്ടിൽ നടക്കുന്ന ഓരോ മൂത്രം ഒഴിക്കണമെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിയോട് ചോദിച്ചിട്ട് വേണം എന്നാണ് അവർക്ക് ധാരണ. ഈ ധാരണ അത് സംസ്ഥാന സെക്രട്ടറി ആയാൽ വിശേഷമായി. ഏവരെയും അടിച്ചമർത്താനുള്ള ആഗ്രഹമാണ്. ഇതിൻ്റെ അപ്പോസ്തലം വാസ്തവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖം പിണറായി വിജയനാണെങ്കിൽ വാസ്തവത്തിൽ അത് ജനത്തിന് ഭയം വരും എന്നുള്ളതാണ് വാസ്തവം. പിണറായി വിജയൻ്റെ കുറ്റമല്ല വാസ്തവത്തിൽ, അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടേക്ക് രാഷ്ട്രീയ നേതാക്കളെ പണ്ടൊക്കെ പിണറായി വിജയനെ ഞാൻ കടുത്ത ഭാഷയിൽ വിമർശിക്കും. ഇപ്പോൾ എനിക്ക് വിമർശിക്കാൻ തോന്നുന്നില്ല. അദ്ദേഹം മയപ്പെട്ടിരിക്കുന്നു, ആളൊരു സ്നേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം താൽക്കാലികമായുള്ള തന്ത്രം അടവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ അക്രമകാരികളാണെന്ന് പറയും, അയ്മുക്കൾ എന്നാണ് എൻ്റെ അമ്മമ്മക്ക് പറയുക. പക്ഷെ അവർ ഒരിക്കലും സമയം നീണ്ടുപോകുന്നു, അവരൊരിക്കലും അഴിമതിക്കാരാണെന്നോ ചതിയന്മാരാണെന്നോ വഞ്ചകരാണെന്നോ പറ്റിക്കൽക്കാരാണെന്നോ പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് എനിക്കൊക്കെ ആവേശം കൊണ്ടത്. എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ കാണാൻ എനിക്കായിട്ട് വന്നിട്ടുണ്ട്, പള്ളിയിലത്തെ ആളുകളും കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കമ്മ്യൂണിസ്റ്റോട് ഭയങ്കര സ്നേഹമായിരുന്നു. അവർ സത്യത്തിന് വേണ്ടി, യേശു പറഞ്ഞ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്നാണ് എൻ്റെ ധാരണ. EMS AKG സുന്ദരയ്യ സിന്ധാബ എന്നുള്ള വിളികൾ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവിധ ചർച്ചകളും നടക്കുമായിരുന്നു. പള്ളിയിൽ നിന്ന് കിട്ടിയെന്നുള്ള ദാർശനികമായിട്ടുള്ള ഒരു പിൻബലത്താണ് ശരിക്ക് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM ഒക്കെ ആയിട്ട് അടുക്കാൻ തോന്നിയിട്ടുള്ളത്. യേശു ഈ സക്കായോട് പറഞ്ഞത്, അല്ലെങ്കിൽ 5 അപ്പം 3 മീനിൻ്റെ കഥ, അല്ലെങ്കിൽ പാവില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന സ്നേഹം, ഒട്ടേറെ കഥകളെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ വായിക്കാൻ ശ്രമിച്ചത്. വാസ്തവത്തിൽ ഗാന്ധി എന്ന് അകന്നുപോയൊരു കോൺഗ്രസിനെയാണ് പിന്നെ കണ്ടത്. ഒരു ഗാന്ധിയെ നമുക്ക് നിസ്സാരമായി കണ്ടുകൂടാന്ന് തന്നെ എൻ്റെ വിശ്വാസം. ഇപ്പോൾ പലതരത്തിൽ ഗാന്ധിയെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ഇന്ത്യയിൽ ഇപ്പോഴും വർഗീയതയ്ക്കെതിരെ, ജാതി മതത്തിനെതിരെ നമുക്ക് ഒന്നിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഗാന്ധിക്ക് പോരായ്മകളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗാന്ധിയുടെ പോരായ്മകൾക്ക് അപ്പുറം ഗാന്ധിക്ക് ഒരു വലിയൊരു ജൈവപരമായിട്ടുള്ളൊരു ഒരു സംഗതിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഗാന്ധി പല കാര്യത്തിലും വിമർശിക്കുന്നുവെങ്കിലും പോലും നിസ്സാരമല്ല. അപ്പോൾ ഇന്നൊരു ഗാന്ധിയന്മാരെ കാണുന്നില്ല. വാസ്തവത്തിൽ ഗാന്ധിയന്മാരെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. വാസ്തവത്തിൽ ഒരു നല്ല സന്യാസി അതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ വിവേകാനന്ദനെ പോലെ സന്യാസി ഉള്ളതുകൊണ്ടാണ് ഇത് ഭ്രാന്താലയമാണെന്ന് തോന്നിച്ചത്. അതുവരെ ഏതെങ്കിലും പൂജാരിമാർക്ക് തോന്നിയിരുന്നു ഇത് ഭ്രാന്താണ്, അയിത്തം തെറ്റാണ്, അല്ല സതി തെറ്റാണെന്ന് ആർക്കാണ് പറയാൻ തോന്നിയത്? അപ്പോൾ ഈ ദൈവവിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം അറിവുണ്ടാവുകയില്ല. അത് വേണ്ട രീതിയിൽ മനുഷ്യപക്ഷത്ത് ആ കണ്ണാടി മനുഷ്യപക്ഷത്തേക്ക് തിരിച്ചു വെക്കേണ്ടതുണ്ട്. ഗാന്ധി തന്നെ ഒരു സുപ്രസിദ്ധ വാക്യം, ഏറ്റവും നമ്മുടെ വികസനത്തെക്കുറിച്ചോ നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളും അവസാനത്തെ മനുഷ്യന് അവൻ്റെ കണ്ണീരൊപ്പാനായിരിക്കണം എന്നുള്ളത് മാർക്സിസ്റ്റുകാർക്കും വലിയ ആവേശകരമാണ്. മാർക്സിൻ്റെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ചങ്ങലകൾ മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ പോരാടണം, നമുക്ക് മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ്, അല്ലെങ്കിൽ അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കും ലോകം. ഇതൊക്കെ എല്ലാം ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങളാണ്. വേണമെന്ന് വെച്ചാൽ സക്കാത്തിനെ കുറിച്ച് സംസാരിക്കുന്ന, സഹോദര സ്നേഹത്തെക്കുറിച്ച് കൊണ്ട് മുഹമ്മദീയ ബന്ധങ്ങൾ അല്ലെങ്കിൽ വിശ്വാസപ്രമാണം നിസ്സാരമല്ല. ഞാൻ പെട്ടെന്ന് ആരോ കേട്ടിട്ടുള്ളത്, കൊടുങ്ങല്ലൂരിൽ ആദ്യം ആ ജൂതന്മാരും അറബികളും എല്ലാവരും താമസിക്കുന്ന സ്ഥലത്ത് ഈ മുസ്ലിം സഹോദരന്മാർ നോയമ്പ് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തൊക്കെ അവരോട് ചോദിക്കും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ചോദിക്കുന്നൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് ആളുകളെ അറിയിക്കാനല്ല, അന്യൻ്റെ വാക്ക് സംഗീതം ആസ്വദിക്കാനുള്ള ത്വര തന്നെയാണ് വാസ്തവത്തിൽ. അപ്പോൾ നമുക്ക് നമ്മൾ വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ വാസ്തവത്തിൽ ഞാൻ പൂഴയാക്കിനെ ഞാൻ ബഹുമാനിക്കുന്നു നിൽക്കുന്നു. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മൂർച്ച പോരാ, അദ്ദേഹത്തിൻ്റെ മൗനമാണ് എന്നൊക്കെ പറയുമെങ്കിലും അഴിമതിയിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ പ്രക്രിയ നിലയിൽ അദ്ദേഹം ഉയർന്ന മാനം സംരക്ഷിച്ച ഒരാളായി.
പിന്നെയൊരു എം സുധീരനെയും അതിൽ സൂത്രങ്ങൾ കുറച്ചുണ്ടെങ്കിൽ പോലും ഉറച്ച നിലപാടെടുക്കുന്ന നിലപാട് പ്രതാപനെയും കണ്ടില്ല. പക്ഷേ അങ്ങനെ ആളുകൾ ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടോ? കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊരു സാഹചര്യം നമുക്കുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ ഇലക്ഷൻ വന്നിരിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷ് പറയുന്നു ഇങ്ങനെ തുടർ ഭരണം ഉണ്ടായാൽ പ്രശ്നമാണ്. കാരശ്ശേരി മാഷും ഒക്കെ പറയുന്നത് കേട്ടു, നമ്മുടെ സാറ ടീച്ചറൊക്കെ ശരിയാണ്. തുടർ ഭരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ തുടർ ഭരണം അവസാനിപ്പിച്ചിട്ട് മറ്റൊരു ഭരണം വരുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ നല്ല ഭരണമാണ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ നമ്മൾ ത്രിപുരയിലും ബംഗാളിലും കണ്ടു. ത്രിപുരയിലും ബംഗാളിലും കോൺഗ്രസിനും CPM-നും മുന്നേറാൻ സാധിക്കുന്നില്ലല്ലോ. അവിടെ ആരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്? മമതാ ബാനർജി മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ സഹായം കൂടി സ്വീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു കേരളമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് LDF മൂന്നാമത് വന്നാൽ ഒരു പ്രശ്നമാവും. തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ. എന്നാൽ അങ്ങനെ മൂന്നാമത് വന്നാൽ ഏകാധിപത്യ പ്രവണത കൂടാനും ഈ കണ്ണുരുട്ടൽ രാഷ്ട്രീയം സജീവമാകാൻ സാധ്യതയുണ്ട്. അതവസരത്തിൽ അതിന് പകരമായി UDF വന്നാലോ? അത് എൻ്റെ പ്രശ്നമാണ്. UDF വന്നാൽ പണ്ടത്തെ പോലെ 5 വർഷം വന്ന് പൊക്കോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ അങ്ങനെയാണോ? CPM തകരുന്നതിലല്ല, മറ്റൊരു സ്ഥാപനം, മറ്റൊരു പാർട്ടി, മറ്റൊരു ആശയ ലോകം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ആം ആദ്മി പാർട്ടി പോലും നമ്മുടെ അവിടെ സജീവമാകുന്നില്ല. ആം ആദ്മി പാർട്ടി പോലും ഇപ്പോൾ നമ്മുടെ കിറ്റക്സിൻ്റെ 2020 സാവു അദ്ദേഹത്തെ എടുത്ത ആളാണ്. പിന്നെ ഇപ്പോൾ ഒരിക്കൽ അദ്ദേഹം പോയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആശങ്കയുണ്ട്. അടുത്ത പ്രാവശ്യം എന്നാൽ UDF ആവട്ടെ എന്ന് വയ്ക്കുമ്പോൾ ഇതിനേക്കാൾ ഭീകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നമ്മുടെ സതീശൻ VD സതീശൻ വളരെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം വളരെ മുഖംമൂടി അണിയുന്നതാണ് എൻ്റെ വിശ്വാസം. നല്ല അഭിനയം ജയിക്കാൻ വേണ്ടി, നേതാവാൻ വേണ്ടി, മുഖ്യമന്ത്രിയാൻ വേണ്ടി നടത്തുന്ന നുണ അഭ്യാസങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളൊരു കൾട്ട് രൂപപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞു വ്യാജ നിർമ്മിതി കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ്, ഇങ്ങനൊരു പ്രസ്ഥാനം, ഒരു യൂത്ത് വ്യാജ നിർമ്മിതി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി വോട്ട് വാങ്ങിക്കുക. അവരുടെ ഇടയിൽ തന്നെ സ്ഥാനാർത്ഥികൾ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ അത് പൊതുസമൂഹത്തിൽ അവരെന്തൊക്കെ ചെയ്യും? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ മൗനം ദീക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഈ അവസരത്തിൽ അദ്ദേഹം നിഗൂഢമായ ഒരു മനസ്സിൻ്റെ ഉടമയാണെന്നാണ് തോന്നുന്നത്. സംശയിക്കേണ്ടിയിരിക്കുന്നു. മൗലികവാദികളുമായി രഹസ്യ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. കേരളത്തിൽ നമ്മൾ ഹിന്ദു വർഗീയതയെ കുറിച്ചിട്ടെല്ലാം പറയും, എപ്പോഴും ഹിന്ദു ദൈവങ്ങളെയൊക്കെ കുറ്റം പറയും. പക്ഷേ മുസ്ലിം അനാചാരങ്ങളെ, അന്ധവിശ്വാസം എതിർക്കാൻ നമുക്ക് ഭയമാണ് രണ്ട് മുന്നണികൾക്കും. അപ്പോൾ പലരും ചിന്തിക്കുന്നത് BJP വന്നാൽ ഇതൊക്കെ എതിർക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കാശ്മീരിൽ പോലും ജനങ്ങൾ പറയുന്നത് നരേന്ദ്രമോദി വന്നാലേ ഇവിടെയുള്ള മുസ്ലിം മതത്തിലെ അനാചാരങ്ങൾ എതിർക്കാൻ പറ്റുമെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന കുറേ ആളുകൾ വരെയാണ്. അതല്ല ശരി. ഇവിടെ മുസ്ലിം മൗലികവാദം ഈ മതമാണ് പ്രശ്നമെന്ന് പറയുന്ന ഷാജി പറയുന്നത് വേറെ തരത്തിലായിരിക്കാം. മുസ്ലിമിനെ കടന്നാക്രമിക്കുന്ന അതുമാത്രമല്ല, അങ്ങനെ പറഞ്ഞാലേ തൻ്റെ ഇടത്തിൽ മുസ്ലിം സമുദായത്തിൽ സ്വാധീനം കൂടുള്ളൂ എന്നുള്ള അപകടകരമായ അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം തീവ്രവാദത്തെ, മുസ്ലിം മൗലികവാദത്തെ കൂടുതൽ പരിപോഷിച്ചാൽ മാത്രമേ തനക്ക് നിലയിൽ കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കാൻ സാധിക്കുള്ളൂ, മുസ്ലിം മതത്തിൻ്റെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, അതിന് മതത്തെ ഉപയോഗിക്കാം എന്നുള്ള അപകടകരമായിട്ടൊരു അവസ്ഥയിലേക്കാണ് കടന്നത്. അങ്ങനെ വരുമ്പോൾ അത് അപകടകരമാണ്. നമ്മൾ പണ്ട് ഗോവിന്ദ മാഷ് ഈ ഗണപതിയെ മുത്തിനെ കുറിച്ച് അത് നിസ്സാരം, മുസ്ലിംത്തിൻ്റെ ഒരു ഗംഭീരം എന്ന് പറയാൻ ഇത്ര വിഡ്ഢിത്തരം പറഞ്ഞല്ലോ. ഈ തരത്തിൽ തിരിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഇനി കോൺഗ്രസും ഈ മുസ്ലിം സമുദായത്തെ ഈ കൈയൊഴും. അത് മുസ്ലിം സമുദായത്തിന് വല്ലാണ്ട് ബുദ്ധിമുട്ടിലേൽക്കും. എന്നുവെച്ചാൽ മുസ്ലിം മതത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവൻ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ പച്ചക്കൊടി ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ തന്നെ വയനാട്ടിൽ പച്ചക്കൊടി ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മതങ്ങൾ ഉപയോഗിക്കുന്നത്. ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും മറ്റു ഇവരോടെല്ലാം സ്നേഹം കാണിക്കുന്നത്, അല്ലാതെ അതിനോട് ബന്ധമുള്ളതല്ല. അപ്പോൾ ആർക്കാണോ വോട്ട് കിട്ടുക, ആരുടെ കയ്യിലാണ് വോട്ട് കിട്ടുക, ആ വോട്ട് കിട്ടാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാടാണ് നശിക്കുന്നത്. വെള്ളപ്പള്ളി നടേശൻ സത്യമാണ്. അദ്ദേഹം നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് മറ്റൊക്കെ പിടിക്കാതിരിക്കാൻ EDയുടെ സഹായം വേണം, സംസ്ഥാന ഗവൺമെൻറ് വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ജാട്ട്പുട്ട് കാര്യങ്ങൾ നടത്തും. അതേ അവസരത്തിൽ ഈ വെള്ളപ്പള്ളി നടേശൻ വർഗീയവാദിയായി കൂടാ. അതുപോലെ സുകുമാരൻ നായർ അയാൾ വർഗീയവാദികളായി കൂടാ.
തട്ടിപ്പന്നെയാണ് നടത്തുന്നത്. ജാതി പറഞ്ഞ് തങ്ങളുടെ സമ്മർദ്ദത്തിലൂടെ പലതും നേടിയെടുക്കാൻ ശ്രമം നടത്താണ്. പക്ഷേ അവർ തനി പ്രാന്തന്മാരായിക്കൂടാ, ഹിന്ദു വർഗീയതയിലേക്ക് പോയിക്കൂടാ, അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ തരത്തിൽ നമ്മുടെ ഈ മത്സരം ഒരു കാലത്ത് പറഞ്ഞു വളരെ ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല, നാടുണ്ടാവില്ല. മുസ്ലിം സമുദായത്തിൽ പുഴുക്കുത്തുണ്ടെങ്കിൽ എതിർത്ത് തോൽപ്പിക്കും. അതേ അവസരത്തിൽ മുസ്ലിമിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടെങ്കിൽ എതിർക്കുകയും വേണം. അത് ഹിന്ദുവിനെ ആക്രമിച്ചാലും എതിർക്കണം. ക്രിസ്ത്യാനിയെ എതിർത്തൽ ഈ അടുത്തല്ലേ ക്രിസ്ത്യാനിയുടെ പാസ്റ്ററുടെ വായിൽ ചാണകം കയറ്റി ഭക്ഷിപ്പിച്ച് നിർബന്ധിച്ചത്. അത് വളരെ തെറ്റായ സമീപനമാണ്, അതിനെതിർക്കണം. അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, വോട്ട് കിട്ടുന്നുള്ളതുകൊണ്ടല്ല, മനുഷ്യനാവാനാണ് അത് ചെയ്യുന്നത്. മനുഷ്യനാവണം. ഇന്ത്യയിൽ കേരളത്തിൽ ഒരു തുരുത്താണ്, മനുഷ്യത്വമുള്ള സ്ഥലമാണത്. അത് നശിച്ചുകൂടാ. ഇതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് നശിച്ചുകൂടാ. ഈ അടുത്ത കാലത്താണ് പറഞ്ഞത്, ഏതൊരു സ്പായിൽ നമ്മുടെ കുട്ടികൾ പോയി അവിടെ ആക്രമണം ഉണ്ടാവുക, അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയെ ജീവനക്കാരി ബലാത്സംഗം ചെയ്തു ഒന്ന് കേൾക്കുന്നത്. അത് എത്രമാത്രം അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെയുള്ളൊരു കേരളം ഈ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണെന്നല്ല അങ്ങനെ പൊതു സമീകരിക്കുന്ന അപകടം ചെയ്യും. മൊത്തം സമൂഹം മാറുന്നുണ്ട്. നമ്മുടെ ലൈംഗികതയെക്കുറിച്ച്, നമ്മുടെ അക്രമ സ്വഭാവങ്ങളെക്കുറിച്ച്, മയക്കുമരുന്നിൻ്റെ അപകടങ്ങളെക്കുറിച്ച്, ഹവാല പണികളെക്കുറിച്ച്, സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ഒക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വേണം നമ്മൾ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ ഇലക്ഷനെ നേരിയിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ തമ്മിൽ ഭേദം LDF എന്നാണ്. LDFിൽ നിന്ന് BJPയിലേക്കുള്ള പോകാൻ സമയം കുറേ എടുക്കും. എന്നാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാൻ അധികം സമയം വേണ്ടി വരില്ല എന്നുള്ളതാണ് അപകടകരമായ കാര്യം. BJPയിലേക്ക് പോകുന്ന ഒരു CPM ഇല്ലാതാവും, എന്നാൽ BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ് ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതാണ് അപകടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കും മറ്റുള്ള പുരോഗമന ആശയങ്ങൾക്കോ ജെൻഡർ ഈക്വാലിറ്റി, കുട്ടികളുടെ ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ മതമൗലവാദികൾ ഇടപെട്ടല്ലോ. അതിനെതിരായിട്ട് ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് വന്ന് ഇടതുപക്ഷമാണ്. അത് UDF ആണെങ്കിൽ ചെയ്തു, AK ആണെങ്കിൽ ഒരുപക്ഷെ ചെയ്യുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ വഖഫ് ബോർഡിൻ്റെ PSCക്ക് വിടണം, നടന്നില്ല എന്നുള്ള വേറെ കാര്യം. ശബരിമല വിഷയങ്ങൾ ഇടയിൽ കയറ്റണം. പക്ഷേ എന്തുകൊണ്ട് ഇടതുപക്ഷം പിന്നോട്ട് കൊണ്ടുവന്നു എല്ലാവരും കുറ്റം പറയാറുണ്ട്. ഈ ഇടതുപക്ഷത്തെ കുറ്റം പറയുന്ന ഈ ഇടതുപക്ഷ വിരുദ്ധരെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷം സഹായിക്കുന്നവരെന്ന് പറയുന്നവർ എത്ര പേരെ സംഘടിപ്പിച്ചു ശബരിമലയിൽ കയറ്റാൻ? അല്ല വഖഫിന് പൊതു ആളുകളെ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ ഈ ന്യൂട്രൽ ആയിട്ടുള്ള ഈ കുട്ടികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതിനൊക്കെ ജനകീയമായി മുന്നേറ്റം ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെയ്താലേ സുകുമാരൻ നായരെയും സ്വാധീനിക്കും. പണ്ട് അതുപോലെ തന്നെ വെള്ളപ്പള്ളി നടേശനെയും പണ്ട് UDFക്കാർ ചെയ്ത അതേ പണി ഇപ്പോൾ LDFക്കാർക്ക്. പക്ഷെ അതുകൊണ്ട് ഭാവിയിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് മാറിക്കൊണ്ട് LDF ഉത്തരവാദിത്വം നിർവഹിക്കണം. കണ്ണുരുട്ടിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഈ ജനങ്ങളാണ് അധികാരികൾ എന്ന് വിശ്വസിക്കണം. പാർട്ടി സെക്രട്ടറി അല്ല, സംസ്ഥാന സെക്രട്ടറി അല്ല ഈ ഏറ്റവും വലിയ രാജാവെന്ന് കരുതരുത്. മുഖ്യമന്ത്രി രാജാവായിട്ട് കരുതാൻ പാടില്ല. കണ്ണുരുട്ടി കൊണ്ടല്ല, ഈ ചെടിച്ചട്ടി കൊണ്ട് സമരം ചെയ്യിക്കാൻ അടിക്കുന്നത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന രീതി ഒട്ടും ശരിയല്ല വാസ്തവത്തിൽ. ഇത്യാദി രീതികൾ മാറ്റിവെച്ചാൽ LDF ആണ് സേഫ് എന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കാരശ്ശേരി ഭാഷ പറയുന്ന പോലെ BJP വരാതിരിക്കണമെങ്കിൽ വാസ്തവത്തിൽ അല്പെങ്കിലും സഹായകരാവുക LDFന് ജയിക്കുകയാണ്. മറിച്ചുണ്ടാകുന്നത് മറ്റത്തൊരു പോലെയായിരിക്കും. കോൺഗ്രസും BJP വർഗീയ ശക്തികളായിട്ട് അഭേദ്യ ബന്ധമുണ്ട് എന്നുള്ളതാണോ? ആരൊക്കെ ഇനി കോൺഗ്രസിൽ നിന്ന് പോവുക? കോൺഗ്രസ് നശിച്ചുകൂടാന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഈ വാസ്തവത്തിൽ BJP പോലും കേരളത്തിൽ വേണം, എന്നാൽ മാത്രമേ ഞാൻ ഒരിക്കൽ കൂടി അത് ചുരുക്കി പറയുകയാണ്. എൻ്റെ സ്വാർത്ഥം ഉണ്ടായിരിക്കും LDF ജയിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ കാണുന്നത് UDF ജയിക്കുകയും അഴിമതിയിൽ കണ്ണൂരിൽ രാഷ്ട്രീയം വേണമെങ്കിൽ കുറച്ച് കുറയെങ്കിലും അഴിമതി തീർച്ചയായിട്ടും ഉണ്ടാകുന്ന കോൺഗ്രസിൻ്റെ ജന്മ സ്വഭാവമാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ എല്ലാ ചപ്പടാച്ചികളുടെ രീതികളും നടപ്പാക്കുകയും സൂത്രം നടപ്പാക്കുകയും അഴിമതി കൂത്തരങ്ങ് നടക്കുകയും അതിൽ മുതലെടുക്കുന്നത് വർഗീയ കക്ഷികളായി മാറിയും ആ വർഗീയ കക്ഷികൾ രക്ഷപ്പെടുന്നു തോന്നിയാൽ അവരിലേക്ക് പോകാൻ സാധിക്കും. IC പൂറ്റിയെ ഞാൻ മറക്കുന്നില്ല, രാജേന്ദ്രനെ മറക്കുന്നില്ല, അതുപോലെ തന്നെ കുര്യാക്കോസ് അങ്ങനെയുള്ള ആളുകളെല്ലാം BJPയിൽ CPMക്കാർ ഇനിയും പോവും ഇല്ല. പക്ഷേ കോൺഗ്രസിനേക്കാൾ കുറവേ പോവുള്ളൂ എന്നുള്ളതാണ്. ഈ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ
പ്രധാന പങ്ക് LDF ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് UDF ഒരു UN സുധീരനോ AK ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബലമുണ്ടാകുമായിരുന്നു. അവർക്കൊന്നും സ്വാധീനമില്ല, ശക്തിയില്ല. അതുകൊണ്ട് ഈ അധികാരം വന്നാൽ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയും ഈ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുകയും ചെയ്യും എന്നുള്ളൊരു വലിയൊരു പ്രയാസമുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ ഈ LDF ജയിക്കണമെന്ന് ആയിരിക്കുന്നത്. നിസ്സാര ഭൂരിപക്ഷമെങ്കിലും LDF ഉണ്ടാവണം, അധികം ഭൂരിപക്ഷം ഉണ്ടാവാൻ പാടില്ല. അതവസരത്തിൽ സിവിൽ സൊസൈറ്റി ഉയരണം. കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും RSകാരനും എല്ലാവരും പൊതു പ്രശ്നത്തിൽ ഒരുമിച്ച് നിൽക്കണം. അത് CPM ആണോ കോൺഗ്രസ് ആണോ BJP ആണോ നോക്കരുത്. ഒരു ശരിയുടെ പക്ഷത്ത് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇനി രണ്ടു കൂട്ടരും കള്ളന്മാരായ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലവനായിട്ടുള്ള BJPക്കാരനെ വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മൾ പൊതുസമൂഹം ഉണരാൻ സാധിക്കില്ല. എന്തായാലും വരും ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഇപ്പോഴും ഈ CPM സാന്നിധ്യം വളരെ ശക്തമാവേണ്ടതാണ്. അതനുസരിച്ച് പെരുമാറാൻ നമുക്ക് LDFൻ്റെ പ്രവർത്തകർക്ക് വേണം. MABP വീടുകളിൽ ചെന്ന് പാത്രം കഴുകലൊക്കെ ഒരു അദ്ദേഹത്തെ കളിയാക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതിയാണെന്ന് മനസ്സിലാക്കും. വാസ്തവത്തിൽ ജനാധിപത്യം, ദളിതിനോടുള്ള സമീപനം ഒക്കെ CPM പുനഃപരിശോധിക്കുന്നുണ്ട്. സണ്ണി കപ്പിക്കാട് UDFൻ്റെ പ്രതിയായിട്ട് നിൽക്കട്ടെ, എന്താ കുഴപ്പം? വാസ്തവത്തിൽ പലപ്പോഴും ദളിത് ആക്ടിവിസ്റ്റുകൾ അവസാനത്തെ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും ഒക്കെ ആണെന്നുള്ളതാണ്. ഇപ്പോൾ മായാവതിയെ നമ്മൾ കണ്ടുവന്നു. മായാവതി ദളിത് കാൻഷിറാമിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? അവർ കൂടുതൽ ഏകാധിപതിയാകുകയും അവർ കൂടുതൽ സുഗുലോലുപയാകുകയും സവർണ ആളുകളുമായി രമ്യപ്പെടുകയും അധികാരം നടത്താൻ ശ്രമം നടത്തി. ഇതിൻ്റെ വേറൊരു വകഭേദം തന്നെയാണ് ഇവിടെ ഉണ്ടാകുമെന്നുള്ളൂ. ഇവിടെ നിലനിൽക്കാൻ ഇടതുപക്ഷ ഒരു ശക്തമായ ഒരു പുരോഗമന സ്വഭാവമുള്ള പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് യുക്തിവാദികൾക്കും മറ്റുള്ള എല്ലാവർക്കും സംസാരിക്കാൻ തന്നെ പറ്റുന്നത്. ഗൗരി ലങ്കേഷിനെ പോലുള്ളവർ അത് വധിക്കപ്പെട്ടിട്ടും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു എല്ലാവർക്കും ഉണ്ട്. അത് RSകാരന് പോലും ഇവിടെയുള്ളവർക്ക് പുരോഗമന സ്വഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നത് RSകാരും കോൺഗ്രസ്സുകാരും എല്ലാം പറഞ്ഞത്. പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടി മാറ്റി പറഞ്ഞു എന്ന് മാത്രം. അതനുസരിച്ച് LDFും ഒന്ന് കീഴ്പ്പെട്ടു, വളരെ സമയം പാലിച്ചു, സൂത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അത് അങ്ങനെ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് പൊതുജനം ശരിയുടെ പക്ഷത്ത് നിൽക്കാനും നല്ലതിന് അനുകൂലിക്കാനും നിൽക്കണം. അതുകൊണ്ട് നേരിയ ഭൂരിപക്ഷം LDF ജയിക്കണം. കാരശ്ശേരി മാഷ് പറയുന്നതല്ല, സത്യനാഥ് മാഷ് പോലെയല്ല സംഭവിക്കേണ്ടത്. എന്നാൽ ഇവരുടെയെല്ലാം വിമർശനങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ ദുഷിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ലക്ഷണങ്ങളെല്ലാം നമ്മൾ മാറ്റിമറിക്കേണ്ട പ്രവർത്തകർ നേതാക്കളെ തിരുത്തപ്പെടേണ്ട കാലം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാക്കട്ടെ ഓരോ പ്രവർത്തകരും. നേതാക്കൾ പറയുന്നത് കേൾക്കാനല്ല, നേതാക്കളുടെ കുഞ്ഞാടുകളല്ല, തലച്ചോറ് പണയം വയ്ക്കാതെ ഈ രാജ്യം നശിക്കാൻ പാടില്ല. അടുത്ത തലമുറയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി, തലമുറയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതിന് എല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തകരും സജീവ പ്രവർത്തകരും എല്ലാവരും തങ്ങളുടെ പാർട്ടി സംശുദ്ധമാകാൻ പ്രവർത്തനം നടത്തണം. പൊതു കാര്യത്തിൽ എല്ലാവരും ഒന്നിക്കും വേണം. അവിടെ കോൺഗ്രസ് ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ RS ആണെന്നോ വ്യത്യാസം കൂടാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ ഭരണാധികാരികളും തമ്മാടിത്തരങ്ങളെ എതിർക്കാറുള്ള ഒരു കൂട്ടായ്മ വലുതാക്കി കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സജീവമായ ജാഗ്രത ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ പുതിയ തലമുറയോട് നമ്മൾ കാണിക്കേണ്ട ചുമതല നമ്മൾക്ക് രക്ഷപ്പെട്ടു പോയി. നമുക്കൊന്നും അപകടമില്ല. ഇനിയൊരു കുട്ടികൾ പ്രേമിക്കാൻ പോലും പേടിക്കുന്ന ഒരു സമൂഹമാണ്. ഒട്ടേറെ മനുഷ്യർ ഒന്നും ആഗ്രഹിക്കാതെ മരിച്ചുപോയ ആളുകളുണ്ട് എല്ലാ പ്രദേശത്തും. ഇപ്പം ഞാൻ വയലാറിലും കരിവള്ളൂരിലൊക്കെ എനിക്ക് പറയാൻ ഇപ്പോൾ എൻ്റെ കൂടെ നടന്ന എത്രയോ പേർ മരിച്ചിരിക്കുന്നു. KR തോമസ് ആവട്ടെ, ET ബാലനാവട്ടെ, കൊച്ചനിയിലാവട്ടെ, അതുപോലെ ഓരോ പാർട്ടിയിലും മരിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മരിച്ച ധീരരായ മനുഷ്യർ, ഇവരെയൊന്നും നാം വിസ്മരിച്ചുകൂടാ. ആ വിസ്മരിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ചെറിയ പ്രവർത്തനങ്ങൾ നടത്തണം. ആ ചെറിയ പ്രവർത്തനങ്ങളുടെ ആകത്തുക നമുക്കുണ്ടാക്കാൻ സാധിക്കും. എൻ്റെ അനുഭവത്തിൽ കൂടി നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നാട്ടിൽ പലവിധ പ്രവർത്തനം നടത്താറുണ്ട്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ ഇതിൽ കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ഗ്രാമസഭ കേരളത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ തുടങ്ങിയതാണ് 88. അവിടെ എല്ലാവരും പറഞ്ഞു ചുവന്ന കൂടി കയറ്റുന്നു. ഞങ്ങൾ ചുവന്ന കൂടി കയറ്റില്ല. എല്ലാ പാർട്ടിക്കാരെയും ഉൾക്കൊള്ളിച്ചു. ഒരു കനാൽ വൃത്തിയാക്കുന്നതിന് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും RSകാർക്ക് ഒരുമിച്ചുകൂടാ? അല്ലെങ്കിൽ ഒരു കനാല് മയക്കുമരുന്നിനെതിരെ എന്തെങ്കിലും ഒരുമിച്ചുകൂടാ? അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ഒരുമിച്ചുകൂടാ? അല്ലെങ്കിൽ സ്വജനഭാഷത്തിനെതിരെ ഒരുമിച്ചുകൂടാ? അതൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യത്തിന് മാത്രം തനിക്ക് സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി നേതാക്കളുടെ കാല് നക്കുന്നവരുടെ സമൂഹമായി മാറിയാൽ ഈ നാട് നശിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചൊന്നുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ. നന്ദി, നമസ്കാരം.